أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين يجادلون في آيات الله بغير سلطان أتاهم كبر مقتا عند الله وعند الذين آمنوا كذلك يطبع الله على كل قلب متكبر جبار. وقال فرعون يا هامان ابن لي صرحا لعلي أبلغ أسباب السماوات فأطلع إلى إله موسى وإني لأظنه كاذبا. وكذلك زين لفرعون سوء عمله وصد عن السبيل وما كيد فرعون إلا في تباب. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിയമ നിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിക്കണമെന്ന് ഏവരോടും സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 40-ാം അധ്യായമായ സൂറത്ത് മുഅ്മിനാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ 34 ആയത്തുകൾ നാം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് 35, 36, 37 ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് നാം പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ ദർശനങ്ങൾ ഫറോവയിലേക്കും ഹാമാനിലേക്കും കാറൂനിലേക്കും ഒക്കെ എത്തിച്ചു കൊടുക്കുവാൻ വന്നപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിനെ ആ ജനത എതിർക്കുകയും ആക്ഷേപിക്കുകയും കള്ളവാദിയായും മാരണപ്പണിക്കാരനുമായി ചിത്രീകരിക്കുകയും ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നത്, സത്യം മനസ്സിലാക്കിയ വിശ്വാസിയായ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ആ ആളുകളോട് മൂസാ നബി അലൈഹിസ്സലാം പറയുന്നത് സത്യസന്ധമാണ്. അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് അനുസരിക്കാതെ വന്നാൽ ഇഹലോകത്തും പരലോകത്തും നിങ്ങൾക്ക് ഭയാനകരമായ ശിക്ഷയുണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തി. ധാരാളം പ്രവാചകന്മാരെ അവരുടേതായ അനുയായികൾ അഥവാ നിങ്ങളുടെ പൂർവീകരാകുന്ന കാരണവന്മാർ എതിർത്തപ്പോൾ, ആ കാലഘട്ടത്തിലുള്ള പ്രവാചകന്മാരെ ആക്ഷേപിച്ചപ്പോൾ അവർക്ക് വിവിധങ്ങളായ ശിക്ഷകൾ അല്ലാഹു തആല ഇറക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്കും ഉണ്ടാകുമെന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. ധാരാളം പ്രവാചകന്മാരുടെ ഉദാഹരണ സഹിതം ആ വിശ്വാസിയായ മനുഷ്യൻ അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമം നടത്തി. 34-ാമത്തെ അധ്യായത്തിൽ 34-ാമത്തെ ആയത്തിൽ മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം അവരുടെ മുൻഗാമികളിലേക്ക് കടന്നു ചെന്നതും യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ആ സമൂഹം എതിർത്തതും അദ്ദേഹത്തെ എതിർക്കുവാനും അദ്ദേഹത്തിൻ്റെ ഭരണ കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തെ അംഗീകരിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ ആദർശം അംഗീകരിക്കാതിരിക്കാനുള്ള കാരണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 34-ാമത്തെ ആയത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഇനിയൊരു റസൂലും നിയോഗിക്കാനുള്ള സാധ്യതയില്ല എന്ന് പറഞ്ഞ് യൂസുഫ് നബി അലൈഹിസ്സലാം കൊണ്ടുവന്ന തെളിവുകളെ അവർ സംശയത്തിലായി കാണുകയും അതൊന്നും സത്യമായിരിക്കില്ല, അതൊക്കെ യൂസുഫ് വെറുതെ കളവ് പറയുകയാണ് എന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളഞ്ഞു. ആ സംശയത്തിലായ ആളുകളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അവർ വഴിവിഴച്ചു പോയവരാണ്, അവർ സംശയാലുക്കളാണ്, അവർ അതിരുകവിഞ്ഞവരാണ് എന്നൊക്കെയാണ്. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല 35-ാമത്തെ ആയത്തിൽ ഇത്തരത്തിൽ സംശയാലുക്കളും അതിരുകവിഞ്ഞവരുമാണ് എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്, എന്തുകൊണ്ടാണ് അവർ നേർവ വഴിയിൽ ആവുകയില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞത്? അതിൻ്റെ കാരണമാണ് 35-ാമത്തെ ആയത്തിൽ അല്ലാഹു ബോധ്യപ്പെടുത്തുന്നത്. സംശയത്തിലായി അതിരുകവിഞ്ഞ ആ ആളുകൾ അവരൊരിക്കലും നേർവഴിയിലാവില്ല എന്ന് അല്ലാഹു ഉറപ്പിച്ചു പറയുന്നു. എന്താണ് അതിൻ്റെ കാരണം? അതാണ് 35-ാമത്തെ ആയത്തിൽ.
الذين يجادلون في آيات الله بغير سلطان أتاهم كبر مقتا عند الله وعند الذين آمنوا كذلك يطبع الله على كل قلب متكبر جبار الذين يجادلون അവർ വഴിപിഴച്ചു പോയവരാണ്. ഇനി അവരൊരിക്കലും നേർമാർഗത്തിൽ ആവുകയില്ല എന്നല്ലാഹു പറഞ്ഞത് ആരെക്കുറിച്ച്? അല്ലദീന യുജാദിലൂന, തർക്കം നടത്തുന്ന ഒരു വിഭാഗത്തെ കുറിച്ചാണ്. തർക്കം നടത്തുന്നവരാണ് അവർ. എന്തിൽ തർക്കിക്കുന്നവർ? ഫി ആയാത്തില്ല, യുജാദിലൂന തർക്കിക്കുന്നവർ. ആയാത്ത് ദൃഷ്ടാന്തങ്ങൾ. ഫി ആയാത്തില്ല, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ, ആയത്തുകളിൽ തർക്കം നടത്തുന്നവരാണവർ. അതുകൊണ്ടവർ വിജയിക്കുകയില്ല, അതുകൊണ്ടവർ ഒരിക്കലും സന്മാർഗത്തിൽ ആവുകയില്ല. പിന്നെ ബിഗൈരി സുൽത്താൻ, ഒരു പ്രമാണവും ഇല്ലാതെ വെറുതെ തർക്കിക്കുകയാണ്. കാര്യത്തിന് വേണ്ടിയല്ല, സത്യം ഗ്രഹിക്കുവാനല്ല, വിജ്ഞാനം ഒന്നുകൂടെ വർദ്ധിപ്പിക്കുവാനല്ല, അല്ലെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ച് കൃത്യമായ അന്വേഷണ ബുദ്ധിയോടുകൂടെയുള്ള ചർച്ചകൾ അല്ല. അത്തരത്തിലുള്ള ചർച്ചകളും തർക്കങ്ങളും ഒന്നും ഇസ്ലാം എതിർക്കുന്നില്ല. ഒരു കാര്യം കൂടുതൽ ഗ്രഹിക്കുവാൻ വേണ്ടി നമുക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഉള്ള വിജ്ഞാനം ഒന്നുകൂടെ ചോദിച്ച് തർക്കിച്ച് പഠിക്കാൻ വേണ്ടി, വിജ്ഞാനം വർദ്ധിക്കുവാൻ വേണ്ടി അന്വേഷണ ബുദ്ധിയ വിഷയങ്ങൾ ചോദിക്കാവുന്നതാണ്, തർക്കിക്കാവുന്നതാണ്. അതൊന്നും വിഷയമല്ല, അതൊക്കെ നല്ല സ്വഭാവമാണ്. പക്ഷേ നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത് ബിഗൈരി സുൽത്താൻ, ഒരു പ്രമാണവും ഇല്ലാതെ, അതാഹും അവർക്ക് വന്നിട്ടുള്ള, അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു പ്രമാണവും ഇല്ലാതെ വെറുതെ തർക്കിച്ചു കൊണ്ടിരിക്കുന്നവരാണവർ. ബിഗൈരി സുൽത്താൻ, ഒരു ലക്ഷ്യപ്രമാണങ്ങളും കൂടാതെ. അതാഹും അവർക്ക് വന്നു, അവർക്ക് വന്ന ഒരു ലക്ഷ്യപ്രമാണവുമില്ലാതെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ തർക്കം നടത്തുന്നവരാണവർ. കബുറ മഖ്തൻ ഇൻദല്ലാഹി വ ഇൻദല്ലദീന ആമനൂ. കബുറ ഏറ്റവും വലിയതാണ്, വമ്പിച്ച കാര്യമാണ്. മഖ്തൻ ക്രോധത്താൽ, ദേഷ്യത്താൽ ഏറ്റവും വലിയതാണത്. ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ. എന്ത്? ഒരു കാര്യവുമില്ലാതെ വെറുതെ തർക്കിക്കുക, മറ്റവനെ പരാജയപ്പെടുത്താൻ, സത്യത്തെ തോൽപ്പിക്കാൻ, അല്ലെങ്കിൽ ഞങ്ങളുടെ ആശയം തന്നെയാണ് ശരി, ഞങ്ങളുടെ ഈ ആദർശം തന്നെയാണ് ശരി എന്ന സ്വന്തം താല്പര്യങ്ങളെ ന്യായീകരിക്കുവാൻ വേണ്ടി, യഥാർത്ഥമായ സത്യത്തെ പരാജയപ്പെടുത്തുവാനും അവരുടേതായ ആശയങ്ങളെ മാത്രം സ്ഥിരീകരിക്കുവാനും വേണ്ടി തർക്കം നടത്തുക എന്നത് കബുറ മഖ്തൻ ഇൻദല്ലാഹ്, അള്ളാഹുവിങ്കൽ വമ്പിച്ച ക്രോധത്തിന്, അവന്റെ ദേഷ്യത്തിന് കാരണമായതാണ്. മാത്രമല്ല വഇൻദല്ലദീന ആമനു, വിശ്വസിച്ചവരുടെ അടുക്കലും അത് ദേഷ്യത്തിന് കാരണമാണ്. കദാലിക, അപ്രകാരം യത്ബഉല്ലാഹ്, അള്ളാഹു മുദ്ര വെക്കുന്നതാണ്, അള്ളാഹു സീല് വെക്കുന്നതാണ്. അലാ കുല്ലി ഖൽബിൻ മുതകബ്ബിർ, എല്ലാ അഹംഭാവികളുടെ ഹൃദയത്തിന്റെ മേലും. ഖൽബ് ഹൃദയം, മുതകബ്ബിർ അഹംഭാവികൾ, കിബറുള്ള ആളുകൾ, എല്ലാ കിബറുള്ളവരുടെയും ഹൃദയത്തിന്റെ മേൽ അള്ളാഹു മുദ്ര വെക്കുന്നതാണ്. ജബ്ബാരിൻ, ക്രൂരമനസ്കരായ അഹംഭാവികളായ എല്ലാവരുടെ ഹൃദയത്തിലും അള്ളാഹു തആല സീല് വെക്കുന്നത് അപ്രകാരമാണ് എന്ന താക്കീതാണ് ഈ ആയത്തിൽ അള്ളാഹു തആല നൽകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസികളാകുന്ന ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഏറെ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കേണ്ട ഒരു ആയത്താണിത്. നമ്മളൊക്കെ പലതിനു വേണ്ടിയും പലരോടും പല രീതിയിൽ തർക്കം നടത്തുന്നവരാണ്. തർക്കങ്ങളാവാം. ആ തർക്കങ്ങൾ എന്തിനു വേണ്ടിയാകണം? സത്യം നമുക്ക് കൂടുതൽ ബോധ്യപ്പെടുവാനോ നമ്മുടെ വിജ്ഞാനങ്ങൾ വർദ്ധിക്കുവാനോ ഉള്ള ഒരു അന്വേഷണ ത്വരയോടുകൂടെ നമുക്ക് ചർച്ചകൾ നടത്താവുന്നതാണ്. അത് നല്ല സ്വഭാവമാണ്. പക്ഷേ സത്യം അവന്റെ ഭാഗത്താണ്, മറുഭാഗത്താണ് സത്യം എന്ന് ബോധ്യപ്പെട്ടാലും എൻ്റെ ഭാഗത്ത് യാതൊരു ന്യായവുമില്ല, എൻ്റെ ആദർശങ്ങൾക്ക് യാതൊരു ഇസ്ലാമികപരമായ യാതൊരു മാന്യതയും ഇല്ലാത്തതാണ്, ഇസ്ലാമുമായി ഒരു ബന്ധവും ഇല്ലാത്ത ആദർശങ്ങളും ആചാരങ്ങളുമാണ് എൻ്റെ ഭാഗത്തുള്ളത് എന്ന് ബോധ്യപ്പെട്ടാലും, പരിശുദ്ധമായ ഖുർആനിനോടും ഹദീസിനോടും എതിരാണ് എൻ്റെ ആശയങ്ങൾ, എൻ്റെ ആദർശങ്ങൾ എന്ന് 100% ബോധ്യപ്പെട്ട ആളുകൾ പോലും മറ്റുള്ള ആളുകളോട് ശക്തമായി തർക്കിക്കുന്നത് കാണാൻ കഴിയും. അത്തരത്തിലുള്ള തർക്കത്തെക്കുറിച്ച്, സത്യത്തെ പരാജയപ്പെടുത്താൻ
പരിശുദ്ധ ഖുർആനിന്റെ ആശയത്തെ, അള്ളാഹുവിന്റെ റസൂല് കൊണ്ടുവന്നിട്ടുള്ള പവിത്രമായിരിക്കുന്ന മതത്തിന്റെ ദർശനങ്ങളെ അതിനെ പരാജയപ്പെടുത്തുവാനും സ്വന്തം താല്പര്യങ്ങളെയും സ്വന്തം ആചാരങ്ങളെയും നിലനിർത്തുവാൻ വേണ്ടി മറ്റുള്ള ആളുകളോട് തർക്കിക്കുന്നവരെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ താക്കീത് നൽകിയിട്ടുള്ളത്. എന്താണ് അങ്ങനെ വെറുതെ തർക്കിക്കുന്നത്? കബറ മഖ്തൻ ഇൻദല്ലാഹി വ ഇൻദല്ലദീന ആമനു. ഒരു ലക്ഷ്യവും ഇല്ലാതെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി തർക്കിക്കുന്ന ആളുകൾ, ആ ദീനിനെതിരെ തർക്കിക്കുന്ന ആളുകൾ, അവർ അള്ളാഹുവിങ്കലും വിശ്വസിച്ചിട്ടുള്ള അവരുടെ അടുക്കലും ക്രോധത്തിൽ വളരെ വമ്പിച്ചവരത്ര എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിന്റെ കോപത്തിന്, വിശ്വാസികളുടെ കോപത്തിന് പാത്രീഭൂതരാണ് അവർ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞു, തീർച്ചയായും അത്തരം ആളുകളുടെ മനസ്സുകളിൽ, അവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മുദ്ര വെക്കുന്നതാണ്. നോക്കൂ നിങ്ങൾ, വെറുതെ തർക്കിക്കുന്ന ആളുകളുടെ ഹൃദയത്തിൽ അള്ളാഹു തആല എന്ത് ചെയ്യും? അള്ളാഹു തആല മുദ്ര വെക്കും. റഹ്മാനായ റബ്ബ് മുദ്ര വെച്ചാൽ ഒരിക്കലും പിന്നീട് ആ ഹൃദയത്തിലേക്ക് സത്യം എത്ര പറഞ്ഞു കൊടുത്താലും, എത്ര ആയത്തുകളും ഹദീസുകളും പറഞ്ഞു കൊടുത്താലും പിന്നീട് ഒരു സത്യബോധം ആ മനസ്സിലേക്ക് കയറുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, വെറുതെ തർക്കിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പരാമർശിച്ച പരാമർശം നോക്കൂ നിങ്ങൾ. എന്തൊക്കെയാ അല്ലാഹു തആല പറഞ്ഞത്? അവരെ കുറിച്ച് മുമ്പുള്ള ആയത്തുകളിൽ അവർ മുസ്രിഫീങ്ങളാണ്, സംശയാലുക്കളാണ് എന്ന് പറഞ്ഞു. അവരെ കുറിച്ച് അഹംഭാവികളാണ് എന്ന് പറഞ്ഞു. അവർ തീർച്ചയായും വലിയ ക്രൂര മനസ്കരാണ്, ജബ്ബാർ, ക്രൂര മനസ്കരാണ് അവർ എന്ന് പറഞ്ഞു. അതേപ്രകാരം മുതകബ്ബിർ, അവർ അഹംഭാവികളാണ് എന്നൊക്കെ ശക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെ ഒരു കാര്യവും ഇല്ലാതെ അല്ലാഹുവിന്റെ ആയത്തുകളുടെ വിഷയത്തിൽ, അല്ലാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ തർക്കം നടത്തുന്ന ആളുകളെ കുറിച്ച് ഇത്രത്തോളം ശക്തമായി റഹ്മാനായ റബ്ബ് തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരോടുള്ള വെറുപ്പിന്റെ കാഠിന്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അപ്പം വെറുതെ ഒരു കാര്യവും ഇല്ലാതെ വെറുതെ തർക്കിക്കാൻ പാടില്ല. പക്ഷേ നമ്മുടെ ഭാഗത്ത് പ്രമാണങ്ങളുണ്ട്, ഖുർആനിന് അനുകൂലമാണ്. ആ ഖുർആനിനെയും ദീനിനെയും ഒക്കെ പരിഹസിക്കുന്ന ആളുകൾ ഉണ്ടാകുമ്പോൾ അത്തരം ആളുകളോട് നമ്മൾ തർക്കിക്കാറുണ്ട്, അവർക്ക് സത്യം പറഞ്ഞു കൊടുക്കാറുണ്ട്. ഈ വിശ്വാസിയായ മനുഷ്യൻ പറഞ്ഞു കൊടുത്തതുപോലെ അവർക്ക് സത്യം പറഞ്ഞു കൊടുക്കുകയും വേണം എന്ന ഒരു പാഠം ഈ ആയത്തുകളിൽ നിന്ന് വളരെ കൃത്യമായി എനിക്കും നിങ്ങൾക്കും കിട്ടുന്നുണ്ട്. മാത്രമല്ല, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ദീനിന് എതിരെ വെറുതെ തന്റെ യുക്തിവാദങ്ങളെ സ്ഥാപിക്കുവാൻ വേണ്ടി തർക്കം നടത്തുന്നവരെ കുറിച്ച് അള്ളാന്റെ റസൂല് പറഞ്ഞത്, തർക്കവാസന ഉണ്ടായി തീർന്ന ഒരു ജനതയല്ലാതെ വഴിപിഴച്ചു പോയിട്ടില്ല എന്നതാണ്. സന്മാർഗത്തിലായതിന് ശേഷം തർക്കവാസന ഉണ്ടായി തീർന്നാലല്ലാതെ ഒരു ജനതയും വഴിപിഴച്ചു പോയിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഒരു മനുഷ്യൻ, ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഹൃദയങ്ങളെ അധീനപ്പെടുത്തുവാൻ വേണ്ടി, ഒരു മനുഷ്യന്റെ ഹൃദയത്തിനെ അധീനപ്പെടുത്തുവാൻ വേണ്ടി തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് ദുർവ്യാഖ്യാനിച്ച് കോട്ടിമാട്ടി സംസാരിക്കുന്ന പലരെയും കണ്ടിട്ടില്ലേ? അങ്ങനെ സംസാരിക്കാൻ പഠിച്ചിട്ടുള്ള മനുഷ്യൻ അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയിൽ നിന്ന് നിർബന്ധമായ കാര്യമോ അല്ലെങ്കിൽ സുന്നത്തായ കാര്യമോ പോലും അല്ലാഹു തആല സ്വീകരിക്കുകയില്ല എന്ന ഒരു താക്കീത് അല്ലാഹുവിന്റെ റസൂൽ നടത്തിയതായും നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല 35-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്, തങ്ങൾക്ക് വന്നു കിട്ടിയിട്ടുള്ള ഏതൊരു അധികൃത ലക്ഷ്യവും പ്രമാണ ലക്ഷ്യങ്ങളും കൂടാതെ അള്ളാഹുവിന്റെ ആയത്തുകളിൽ തർക്കം നടത്തുന്നവർ, ആ തർക്കം അള്ളാഹുവിങ്കലും വിശ്വസിച്ചിട്ടുള്ളവരുടെ അടുക്കലും ദേശത്തിൽ വളരെ വമ്പിച്ചതാണ്. അപ്രകാരം അഹംഭാവികളും അതേപ്രകാരം ക്രൂര മനസ്കരുമായവരുടെ ഹൃദയങ്ങളിലെല്ലാം റഹ്മാനായ റബ്ബ് മുദ്ര വെക്കുന്നതാണ്. അവരുടെ മനസ്സുകളിലേക്ക് സത്യത്തിന്റെ ബോധം പിന്നീട് ഒരിക്കലും പ്രവേശിക്കുകയില്ലാത്ത വിധം അല്ലാഹു തആല മുദ്ര വെക്കും എന്ന് ഈ ആയത്തിലൂടെ റബ്ബ് തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം കുതന്ത്രവാദങ്ങളിൽ നിന്ന്, തർക്കം നടത്തുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ വിശ്വാസികൾക്ക് കഴിയണം എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒരു പാഠമാണ് ഈ 35-ാമത്തെ ആയത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അല്ലാഹു തആല നമുക്ക് സത്യം മനസ്സിലാക്കുവാനുള്ള ബുദ്ധിയും വിവേകവും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തുടർന്ന് വഖാല ഫിർഔനു യാ ഹാമാനു ബിനി ലീ സർഹൻ ലഅല്ലി അബ്ലുഗുൽ അസ്ബാബ്. 28-ാമത്തെ ആയത്ത് മുതൽ ഫിർഔനിന്റെയും ആ സമൂഹത്തിന്റെയും ഇടയിലേക്ക് വിശ്വാസിയായ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് അവരെ ഉപദേശിച്ച കാര്യങ്ങളാണ് അല്ലാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തിയത്, അല്ലെ? ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഉപദേശിച്ചു, ദുനിയാവിന്റെ കാര്യങ്ങൾ പറഞ്ഞു, ഒരുപാട് താക്കീതുകൾ നൽകി. നിങ്ങൾ അത് അനുസരിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ ഭവിഷ്യത്തുകളും ഭയാനകരമായ ശിക്ഷകളും മുൻഗാമികളാകുന്ന ആളുകൾക്ക് വന്നതുപോലെ നിങ്ങൾക്കും വരാനുള്ള സാധ്യതയുണ്ട്, എല്ലാം ഓർമ്മപ്പെടുത്തി. ഇതെല്ലാം കേട്ട സമയത്ത് ഫിർഔന് പറയുന്ന ഒരു വർത്താനാണ് ധിക്കാരത്തിന്റെ വർത്തമാനം. ഇതൊന്നും കേട്ടിട്ട് അനുസരിക്കല്ല ചെയ്തത്, അനുസരിക്കാനുള്ള ബോധമുണ്ടാവുകയല്ല ചെയ്തത്, മറിച്ച് അപ്പോഴും ധിക്കാരമാണ്.
ആ ധിക്കാരത്തിന്റെ വർത്തമാനം ഫിർഔൻ പറയുന്നത് നോക്ക്. വഖാല ഫിർഔനു, ഫിർഔൻ പറഞ്ഞു, ഫിർഔൻ പറയാണ് ആരോട്? യാ ഹാമാൻ, ഹാമാൻ അവന്റെ മന്ത്രിയാണല്ലോ, അവന്റെ ഏറ്റവും വലങ്കയ്യായ മന്ത്രി, ആ മന്ത്രിയോട് പറയാ, യാ ഹാമാനു, ഏ ഹാമാനെ. ഫിർഔൻ പറയാണ്, യാ ഹാമാനു, ഹാമാനെ, ഇബ്ന്, എനിക്ക് നീ ഉണ്ടാക്കി താ, എനിക്ക് നീ നിർമ്മിച്ചു താ, ഇബ്നിലി, എനിക്ക് നീ നിർമ്മിച്ചു താ, സർഹ, ഒരു ഉന്നതമായ സ്തംഭം, ഒരു ഏറ്റവും ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന വലിയ ഒരു സൗധം, വലിയ ഒരു ബംഗ്ലാവ് തന്നെ എനിക്ക് നീ ഉയർത്തിക്കൊണ്ടു താ, നീ എനിക്ക് നിർമ്മിച്ചു താ. എന്തിനു വേണ്ടിയാണ്? പരിഹാസത്തോടു കൂടെ പറയാ, നീ എനിക്ക് ആകാശമുട്ടെ ഉയർന്നു നിൽക്കുന്ന വലിയ ഒരു ഉന്നത സൗധം നീ എനിക്ക് ഉണ്ടാക്കിത്താ. എന്നിട്ട് ലഅല്ലി അബ്ലുഗു, ഞാനൊന്ന് എത്തിച്ചേരാൻ വേണ്ടി അൽ അസ്ബാബ, മാർഗങ്ങളിൽ, ഞാനൊരു മാർഗത്തിൽ ഞാൻ എത്തിച്ചേരട്ടെ. അഥവാ അള്ളാഹു ഉണ്ട് എന്നാണല്ലോ പറയുന്നത് മൂസ. അള്ളാഹുവിനെ പരിഹസിച്ചുകൊണ്ട് പറയാണ് ഫിർഔനെ, അത്രയും വലിയ ധിക്കാരിയായിരുന്നു അവൻ. ഞാൻ വലിയൊരു ബംഗ്ലാവ്, ഒരു സൗധം ഉണ്ടാക്കിയിട്ട് ആ സൗധത്തിന്റെ മുകളിൽ കയറി ഈ മൂസ പറയുന്ന അവന്റെ ആ നാഥനെ, ആ അള്ളാഹുവിനെ ഒന്ന് കണ്ടെത്താൻ കഴിയുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അതുകൊണ്ട് ആ കാരണങ്ങൾ, ആ മാർഗങ്ങളിൽ എത്തിച്ചേർന്നേക്കാൻ പറ്റാവുന്ന ഒരു വലിയ ഒരു ഉന്നത സൗധം എനിക്ക് നീ കെട്ടിയുണ്ടാക്കിത്താ ഹാമാൻ എന്ന് ഫിർഔൻ പറഞ്ഞു. പിന്നീട് 37-ാമത്തെ ആയത്തിൽ അതിന്റെ ബാക്കി, أسباب السماوات فأطلع إلى إله موسى وإني لأظنه كاذبا وكذلك زين لفرعون سوء عمله وصد عن السبيل وما كيد فرعون إلا في تباب. അസ്ബാബ്, കാരണങ്ങൾ, മാർഗങ്ങൾ, അസ്സമാവാതി, ആകാശങ്ങളുടെ, അസ്ബാബസ്സമാവാത്ത്, ആകാശങ്ങളുടെ മാർഗങ്ങളിൽ, ഫഅത്വലിഅ, അങ്ങനെ ഞാൻ എത്തി നോക്കാം, എനിക്ക് നോക്കിക്കാണാം. എന്ത്? ഇലാ ഇലാഹി മൂസ, മൂസയുടെ ഇലാഹിലേക്ക്, മൂസയുടെ ഇലാഹിലേക്ക് എനിക്ക് എത്തി നോക്കാൻ പറ്റാവുന്ന ആകാശങ്ങളുടെ മാർഗങ്ങളുള്ള ഒരു വലിയ സൗധം എനിക്ക് നീ കെട്ടിയുണ്ടാക്കിത്താം എന്നാണ് ഫിർഔൻ ഹാമാനിനോട് ആവശ്യപ്പെട്ടത്. തീർച്ചയായും ഞാൻ വിചാരിക്കുന്നു, ഞാൻ ഭാവിക്കുന്നു, കാദിബൻ, കളവ് പറയുന്നവനാണെന്ന്. ആ മൂസ ഇങ്ങനെ അള്ളയുണ്ട്, റഹ്മാനായ റബ്ബുണ്ട്, എല്ലാം കാണുന്ന, എല്ലാം അറിയുന്ന, എല്ലാം നിയന്ത്രിക്കുന്ന, എല്ലാവരെയും ജീവിപ്പിക്കുന്ന, മരിപ്പിക്കുന്ന ഒരു റബ്ബുണ്ടെന്നാണല്ലോ മൂസ പറയുന്നത്. ആ മൂസയുടെ വർത്തമാനം കാദിബ, അവൻ കളവ് പറയുകയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് അവനാ പറയുന്നതൊക്കെ നുണയാണ്. അതുകൊണ്ട് നീ ഒരു വലിയ സൗധമുണ്ടാക്ക്, ഞാനൊന്ന് കയറി പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ പരിഹസിച്ച്, മൂസാ നബി അലൈഹിസ്സലാം കൊണ്ടുവന്ന ദർശനങ്ങളെ പരിഹസിച്ച് അള്ളാഹുവിങ്കിലേക്ക് കയറി പോകാനുള്ള ഒരു ആവശ്യം ഉന്നയിക്കുകയാണ് ആര്? ഫിർഔൻ എന്ന ഫറോവ ലഅനത്തുല്ലാഹ് ഹാമാനിനോട്. എന്നിട്ട് പിന്നീട് വകദാലിക സുയ്യിന ലിഫിർഔൻ, അള്ളാഹു പറയാ വകദാലിക, അപ്രകാരം സുയ്യിന അലങ്കാരമാക്കി അല്ലെങ്കിൽ ഭംഗിയാക്കപ്പെട്ടു, ലിഫിർഔന, ഫിർഔനിന്, സുയ്യിന ലിഫിർഔന, ഫിർഔനിന് ഭംഗിയായി കാണിക്കപ്പെട്ടു, സൂഉ അമലിഹി, അവന്റെ ദുഷ്പ്രവൃത്തി. അവൻ ഈ പറയുന്നതും വലിയ വീടുണ്ടാക്കാൻ പറയുന്ന, ഞാൻ പോയിട്ട് റബ്ബിനൊന്ന് കാണട്ടെ, അവിടെ ഉണ്ടോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന ഈ പരിഹാസത്തിന്റെ വർത്തമാനങ്ങളും പ്രവർത്തനങ്ങളുമൊക്കെ ഏറ്റവും ദുഷിച്ച പ്രവർത്തനമാണ് സൂഉ അമലി. ഏറ്റവും മോശമായ അവന്റെ ആ പ്രവർത്തനങ്ങളെ അവന് ഭംഗിയായി കാണിക്കപ്പെട്ടു. അവന് തോന്നിയത് ഒക്കെ വലിയ മഹത്വമാണ് എന്നാണ്, നല്ല കാര്യമാണ് എന്നാണത് അവനക്ക് തോന്നിയത്. അതവന് ഭംഗിയാക്കപ്പെട്ടതാണ്. വസുദ്ദ അനിസ്സബീൽ, വസുദ്ദ, അവൻ തടയപ്പെടുകയും ചെയ്തു, അനിസ്സബീലി, വഴിയിൽ നിന്ന്, നേരായ മാർഗത്തിൽ നിന്ന് അവൻ തടയപ്പെടുകയും ചെയ്തു എന്നാണ് അല്ലാഹു തആല പറയുന്നത്. വമാ കൈദു ഫിർഔൻ, എന്നാൽ ഫിർഔനിന്റെ ഉപായമല്ല, അവന്റെ തന്ത്രമല്ല, ഇല്ലാ ഫീ തബാബ്, കൈദ്, തന്ത്രം, ഉപായം, ഇല്ലാ ഫീ തബാബ്, നഷ്ടത്തിലല്ലാതെയല്ല, നാശത്തിലല്ലാതെയല്ല. ഒരിക്കലും ഫിർഔനിന്റെ ആ തന്ത്രം വിജയിക്കാൻ പോകുന്നില്ല. അവന്റെ ആ തന്ത്രം നാശമടയുക തന്നെ ചെയ്യും, അത് നഷ്ടത്തിലാവുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ചു പറയാം. അപ്പൊ അല്ലാഹനെ കാണാൻ വേണ്ടിയിട്ട് വലിയ വീട് കെട്ടിപ്പോയ അത്രയും വലിയ അധികാരിയായിരുന്നു
അള്ളാഹുവിനെ അത്രത്തോളം പരിഹസിച്ചവനായിരുന്നു ആര്? ഫിർഔൻ എന്ന് പറയുന്നത്. അപ്പൊ അല്ലാഹു തആല 37-ാമത്തെ ആയത്തിൽ എന്താ പറഞ്ഞത്? ഫിർഔൻ പറയുന്നു, ഹാമാനെ, നീ എനിക്കൊരു ഉന്നതമായ സൗധം കെട്ടിയുണ്ടാക്കി തരിക, ഞാൻ ആ മാർഗങ്ങളിൽ ചെന്ന് എത്തിച്ചേർന്നേക്കാം. അതായത് ആകാശങ്ങളുടെ മാർഗങ്ങളിൽ. എന്നിട്ട് അവിടെ ചെന്ന് മൂസയുടെ ഇലാഹിലേക്ക് ഞാനൊന്ന് എത്തി നോക്കാം. നിശ്ചയമായും മൂസ കളവ് പറയുന്നവനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാൽ ഇപ്രകാരം ഫിർഔനിന് അവന്റെ ആ ചീത്തയായ പ്രവൃത്തി ഭംഗിയായി കാണിക്കപ്പെട്ടതാണ്. അവൻ നേരായ വഴിയിൽ നിന്ന് തടയപ്പെടുകയും ചെയ്തു. ഫിർഔനിന്റെ തന്ത്രം നാശനഷ്ടത്തിലല്ലാതെയല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ചു പറയുകയാണ്. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ വാചകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, ഫിർഔൻ ഒരിക്കലും അങ്ങനെ വലിയ ഒരു സൗധമുണ്ടാക്കിയാൽ, ആകാശത്തോളം മുട്ടുന്ന വലിയ ഒരു സാധനം കെട്ടിയുണ്ടാക്കി അതിന്റെ മുകളിൽ കയറിയാൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാമെന്ന ഒരു ധാരണ, അള്ളാഹുവിനെ കാണാൻ കഴിയുമെന്ന ഒരു വിചാരമൊന്നും ആർക്കുണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഫിർഔനിനുണ്ടായിരുന്നില്ല. അത് ജനങ്ങളെ പൊട്ടീസാക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാമിനെ പരിഹസിക്കുവാനും, കേവലം അവൻ്റെതായ ആ പൊതുജനങ്ങളുണ്ടല്ലോ, ആ പൊതുജനങ്ങളെ കബളിപ്പിക്കുവാനും വേണ്ടി മാത്രം പറഞ്ഞ വർത്തമാനമാണ് എന്നാണ് അള്ളാഹുവിന്റെ വാചകത്തിൽ നിന്നും ബോധ്യപ്പെടുന്നത്. വമാ കൈദുൽ കാഫിരീന, ഫിർഔനിന്റെ വെറും ഒരു തന്ത്രം മാത്രമാണ്, അത് അവന്റെ ഒരു ഉപായം മാത്രമാണ്, അത് നഷ്ടത്തിലായ വെറും ഒരു ഉപായം മാത്രമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന്റെ മുകളിൽ കയറി ചെന്ന് ആകാശത്തിൽ പ്രവേശിക്കാൻ കഴിയുമെന്നോ, മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്ന ഭയപ്പെടണം, നിങ്ങൾ അവനെ മാത്രം ആരാധിക്കണമെന്ന് പറയുന്ന ആ അള്ളാഹുവിനെ കാണാൻ കഴിയുമെന്നോ ഫറോവ യഥാർത്ഥത്തിൽ ധരിച്ചിരിക്കാൻ സാധ്യതയില്ല. അത് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞ വർത്തമാനമാണ് എന്നാണ് ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകുന്നത്. ഏതായിരുന്നാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി വീണ്ടും അടുത്ത ആയത്ത് മുതൽ ആ വിശ്വാസിയായ മനുഷ്യനില്ലേ, വല്ലാത്തൊരു വിശ്വാസിയാണത്. വിശ്വാസികളായ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട വല്ലാത്ത ഒരു നമ്മുടെ മാർഗരേഖയായി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ട ഒരു ചിന്തയാണ് ഈ വിശ്വാസി വന്നിട്ട് ജനങ്ങളുടെ ഇടയിൽ വന്നുകൊണ്ട് അദ്ദേഹത്തിന് കഴിയാവുന്ന രീതിയിലൊക്കെ അദ്ദേഹം പഠിച്ചിട്ടുള്ള ആ കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരിക്കലല്ല, ഒന്നല്ല, രണ്ടല്ല, പല പ്രാവശ്യം. ആദ്യം അദ്ദേഹം യഥാർത്ഥ വിശ്വാസം ജനങ്ങളോട് പ്രകടിപ്പിക്കാതെ പറഞ്ഞു. പിന്നീട് പതുക്കെ കൃത്യമായി ഞാൻ വിശ്വാസി തന്നെയാണ്, ഞാൻ മൂസയുടെ ആള് തന്നെയാണ് എന്ന അർത്ഥത്തിൽ വളരെ പരുഷമായി ശക്തമായ ഭാഷയിൽ അദ്ദേഹം ഉപദേശിച്ചു നോക്കി. ഭൗതികമായ ജീവിതത്തിൽ നിങ്ങൾ വഞ്ചിതരാകരുത്, നിങ്ങൾക്ക് ശിക്ഷയുണ്ടാകും, എല്ലാം അദ്ദേഹം ഓർമ്മപ്പെടുത്തി. പിന്നീട് പാരത്രിക ലോകത്തിന്റെ സൗഭാഗ്യത്തിന് വേണ്ടി ആ യഥാർത്ഥമായ സത്യമാർഗം നിങ്ങൾ കൈകൊള്ളണം, മൂസയെ നിങ്ങൾ അംഗീകരിക്കണം, മൂസ പറയുന്ന നാഥനിൽ നിങ്ങൾ വിശ്വാസമർപ്പിച്ചാലേ രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എന്നൊക്കെ വളരെ ഹൃദയസ്പർശിയായി ഒരു മനുഷ്യനിക്ക് എങ്ങനെയാണോ പറഞ്ഞു കൊടുക്കാൻ അത്രയും വളരെ സ്നേഹത്തോടുകൂടെ അലിവോടുകൂടെ ആ വിശ്വാസിയായ മനുഷ്യൻ ആ ജനങ്ങളെ ഉപദേശിച്ചു. അപ്പോഴാണ് ഫിർഔൻ ഇത് പറഞ്ഞത് ഹാമാനിനോട്. എന്നിട്ട് അദ്ദേഹം അവസാനിപ്പിച്ചോ? ആ വിശ്വാസി ഇല്ല, വീണ്ടും അവരോട് ധാരാളം കാര്യങ്ങൾ വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ്. എന്തൊക്കെയാണ് ആ പറഞ്ഞു കൊടുക്കുന്നത്? എന്തൊക്കെയാണ് വീണ്ടും ആ വിശ്വാസിയായ മനുഷ്യൻ ഈ ജനതയെ ഉപദേശിക്കുന്നത്? ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ആയത്തുകളിൽ നമുക്ക് കാണാവുന്നതാണ്. അല്ലാഹു തആല പഠിക്കാനും മനസ്സിലാക്കാനും നമുക്കൊക്കെ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം മനസ്സിലാക്കിയ സത്യം കഴിവിന്റെ പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് ഏതെല്ലാം നിലക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുമോ ആ നിലക്കൊക്കെ എത്തിച്ചു കൊടുക്കാൻ കഴിയണേ എന്ന മഹത്തായ പാഠമാണ് ആ വിശ്വാസിയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.